മുതിർന്ന മന്ത്രിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ചയിലാണ് പുതിയ വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾക്ക് ഇപ്പോൾ അന്തിമ രൂപമായിരിക്കുന്നത്. ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങൾ ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷണ പ്രതിനിധികൾക്ക് ഇസ്രായേൽ കൈമാറി. ഈജിപ്ത് കെയ്റോയിൽ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് നേതൃത്വത്തിന് ഇസ്രായേൽ നിർദ്ദേശങ്ങൾ കൈമാറും. ഭാഗികമാണെങ്കിലും ബന്ദികളുടെ മോചനത്തിനും വെടിനിർത്തൽ കരാറിനും ഹമാസ് സമ്മതിക്കുമെന്നാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് നയതന്ത്ര സംഘം വ്യക്തമാക്കുന്നത്. ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ വെടിനിർത്തൽ കാലയളവ്, മോചിപ്പിക്കേണ്ട ബന്ദികളുടെ എണ്ണം, പ്രത്യുപകാരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരുടെ മോചനം തുടങ്ങിയവ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രതിനിധികൾ ഈജിപ്തിലെ കെയ്റോയിലേക്ക് പോകും. അതിനിടെ ജനുവരി 20 മുമ്പായി ഗാസയിൽ വെടിനിർത്തലും ബന്ദികളുടെ മോചനവും നടക്കണമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതായി ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് വ്യക്തമാക്കി. മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും മാറുമെന്ന് പ്രഖ്യാപിച്ച ഖത്തർ അവരുടെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് മാറിയിരിക്കുകയാണ്. പുതിയ വെടിനിർത്തൽ ചർച്ചകളിൽ ഈജിപ്തിനൊപ്പം ഖത്തറും ചേർന്നിട്ടുണ്ട്. വെടിനിർത്തലുമായി ട്രംപിന്റെ ഉപദേശകരുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി. അതേസമയം തങ്ങളുടെ കസ്റ്റഡിയിൽ 33 ബന്ദികൾ കൊല്ലപ്പെട്ടതായും കുറേ ബന്ദികളെ കാണാതായതായും ഹമാസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ട അമേരിക്കൻ ഇസ്രായേലി ബന്ദി ഏദൻ അലക്സാണ്ടറിന്റെ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഹമാസ് ബന്ദികളെ സംബന്ധിച്ച ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എങ്കിലും ഗാസ മുനമ്പിൽ ഹമാസ് പിടിയിൽ കഴിഞ്ഞിരുന്ന 101 ബന്ദികളിൽ 60ഓളം പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുള്ളതായി കഴിഞ്ഞ മാസം ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതുക്കിയ രേഖകൾ പ്രകാരം 100ൽ 76 ബന്ദികൾ ജീവിച്ചിരിക്കുന്നതായാണ് ഇസ്രായേൽ അനുമാനം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.